SFIO നീക്കത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞാൽ വസ്തുത നിങ്ങൾക്ക് ബോധ്യപ്പെടുമെന്നും ഒരു മനുഷ്യനെയും കുടുംബത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഏത് നെറുകെട്ട സമീപനം സ്വീകരിക്കുന്നുവെന്നും AK ബാലൻ പറഞ്ഞു. ഗൂഢാലോചന ഉണ്ട് എന്ന് മാത്രമല്ല, കുറച്ച് ദിവസം കഴിഞ്ഞാൽ എല്ലാ വസ്തുതയും നിങ്ങൾക്ക് ബോധ്യപ്പെടും. ലാവ്ലിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗൂഢാലോചന ഈ സമൂഹം കണ്ടതാണ്, കേരളം കണ്ടതാണ്, ലോകം കണ്ടതാണ്. ഒരു മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും നശിപ്പിക്കുന്നതിന് വേണ്ടി ഏത് നെറികെട്ട സമീപനവും സ്വീകരിക്കുമെന്നുള്ളതിൻ്റെ ആദ്യത്തെ തെളിവായിരുന്നു ലാവ്ലിൻ കേസ്. അത് ട്രയൽ കോടതി തള്ളി, ഹൈക്കോടതി തള്ളി, പിന്നീട് സുപ്രീം കോടതിയിൽ CBI അപ്പീലിന് പോയി. ആ കേസിൻ്റെ അകത്ത് യാതൊന്നുമില്ല എന്ന് CBIക്ക് തന്നെ കൃത്യമായിട്ടറിയാം. അതുകൊണ്ടാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉള്ളി പൊളിച്ചതുപോലെ ആകും എന്നുള്ളത് കൊണ്ട് വിധി തന്നെ പറയാൻ ഇപ്പോൾ സുപ്രീം കോടതി എടുക്കുന്നില്ല. എടുത്താൽ അവർക്കറിയാം അതിനകത്ത് യാതൊന്നുമില്ല എന്നുള്ളത്. SFIO നീക്കത്തിന് പിന്നിൽ ഗൂഢാലോചന എന്നാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം തന്നെ പാർട്ടി PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട്, പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ളവർ ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. പാർട്ടി അതിൽ കൃത്യമായി തന്നെ നിലപാടെടുക്കുന്നുണ്ട്. കാരണം മകൾക്കെതിരെ വരുന്നത് കൃത്യമായും മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ടുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം. അതിന് കോൺഗ്രസ് ഒത്താശ പാടുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നലെ രാഷ്ട്രീയ നേതാക്കളെല്ലാം, പാർട്ടി നേതാക്കളെല്ലാം ആ വികാരം തന്നെയാണ് പങ്കുവച്ചത്. SFIOയുമായി ബന്ധപ്പെട്ട് നിലവിൽ ദില്ലി ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും പ്രോസിക്യൂഷൻ അനുമതി നൽകിയെന്ന തരത്തിൽ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നു. അതിൽ ഈ പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കുന്നതിന് മുൻപ് തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, ഏഷ്യാനെറ്റിൻ്റെ മുതലാളി കൂടിയായ BJP സംസ്ഥാന അധ്യക്ഷൻ്റെ അതേ ചാനലിൽ വാർത്ത വരുന്നു. വളരെ കൃത്യമായ ഒരു ആസൂത്രണം ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ടെന്ന് പൊതുജനത്തിന് ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ CPM പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് മധുരയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, അതായത് കേരളം, തമിഴ്നാട്, കർണാടക, 3 സംസ്ഥാനങ്ങളിലെ 2 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും 1 സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയും പങ്കെടുത്ത ഫെഡറലിസം ഇന്ത്യയുടെ കരുത്ത് എന്ന സെമിനാർ തന്നെ രാജ്യത്തെ സംസ്ഥാനങ്ങൾ സാമന്ത രാജ്യങ്ങളല്ല എന്ന വലിയ തരത്തിലുള്ള ആഹ്വാനം അവിടെ നടത്തുകയും ചെയ്തു. ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് വേണം ഈ പ്രതികാര നടപടിയെ വായിച്ചെടുക്കേണ്ടത്. ഏതായാലും AK ബാലൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ഒരിക്കൽ കൂടി ചേരുകയാണ്. വിഷ്ണു തലവൂർ, ഇത് ഗൂഢാലോചന തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാർട്ടി നേതാക്കൾ കഴിഞ്ഞ ദിവസം തന്നെ അക്കാര്യത്തിൽ വ്യക്തമാക്കിയതാണ്. പക്ഷേ ഇന്ന് AK ബാലൻ പറഞ്ഞതാണ് വളരെ പ്രസക്തമായൊരു കാര്യം. ഒരു മനുഷ്യനെയും ഇങ്ങനെ വേട്ടയാടരുത് എന്നുള്ളതാണ്. ലാവ്ലിൻ്റെ പേരിൽ കഴിഞ്ഞ 4 പതിറ്റാണ്ട് വേട്ടയാടി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നേരെ നടക്കുന്ന വേട്ടയാടൽ, അദ്ദേഹം ആ കാര്യമാണ് ചൂണ്ടിക്കാട്ടിയത്. AK ബാലൻ. വിഷ്ണു. സിജു, തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ നേതാക്കൾ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നതാണ് ഇത്തരത്തിൽ SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ തന്നെ വേട്ടയാടാനുള്ള നീക്കമാണ്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്നതാണ് നേതാക്കളടക്കം കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായും നിയമപരമായുള്ള സംരക്ഷണം നൽകുമെന്നതടക്കമുള്ള കാര്യം കഴിഞ്ഞ ദിവസം നേതാക്കൾ വ്യക്തമാക്കിയതാണ്. ഇന്ന് മുതിർന്ന നേതാവ് AK ബാലനും ഇക്കാര്യം കുറച്ചുകൂടി വ്യക്തമായി പറയുകയുണ്ടായി. അതായത് ഇപ്പോൾ നടക്കുന്നത് കൃത്യമായിട്ടുള്ളൊരു ഗൂഢാലോചനയാണ്. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ എല്ലാ വസ്തുതകളും പുറത്തു വരും എന്നതാണ് AK ബാലൻ ചൂണ്ടിക്കാട്ടിയത്. കാരണം നേരത്തെ തന്നെ ഇത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പല തലത്തിൽ വേട്ടയാടാനുള്ള നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ലാവ്ലിൻ കേസ് അടക്കം വലിയ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് വേട്ടയാടാൻ പരമാവധി ശ്രമിച്ചതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള ഇത്തരത്തിൽ SFIO അന്വേഷണവും അത് ഉയർത്തിയുള്ള വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതൊക്കെ അത്തരത്തിലൊരു വേട്ടയാടലിൻ്റെ ഭാഗമാണ്. അതിന് പിന്നിൽ കൃത്യമായിട്ടൊരു ഗൂഢാലോചനയുണ്ട്. ഒരു മനുഷ്യയെയും ഇത്തരത്തിൽ വേട്ടയാടാൻ പാടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയ AK ബാലൻ ഒന്നുകൂടി കൃത്യമായി പറഞ്ഞ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ കേസ് SFIO അന്വേഷണമൊക്കെ പലതവണ പല കോടതികൾ തള്ളിക്കളഞ്ഞതാണ്. ഇനി സുപ്രീം കോടതിയിലേക്ക് വരുമ്പോൾ ഉള്ളി തൊലിച്ചതുപോലെ മാത്രമായിരിക്കും ഈ കേസ് എന്നതാണ് AK ബാലൻ പറഞ്ഞത്. എന്തായാലും ഈ AK ബാലൻ ഉൾപ്പെടെ എല്ലാ നേതാക്കളും കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഇതേ കാര്യം തന്നെയാണ്. വലിയ തലത്തിലൊരു വേട്ടയാടൽ മുഖ്യമന്ത്രിക്കെതിരെ നടക്കുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടും അത്തരത്തിൽ അവരെ വേട്ടയാടിക്കൊണ്ടും മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള നീക്കം തന്നെയാണ് നടക്കുന്നത്. അതിനെ ശക്തമായി തന്നെ പ്രതിരോധിക്കും എന്നത് തന്നെയാണ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. സിജു.